അങ്ങനെ പറയാറുള്ളത്. എന്നാലും മങ്കൂസിലെ ഒന്ന് ഞാൻ പറഞ്ഞുതരപ്പോൾ സമയമല്ല, നമുക്ക് ഇനിയും വരേണ്ടി വരികയാണെങ്കിൽ പിന്നെയും വരാനോ. ആ മങ്കൂസിനകത്തുള്ള ഒന്ന് ഞാൻ പറഞ്ഞുതരാം. എന്താണെന്നറിയോ? മങ്കൂസ് ഇങ്ങനെ കുറെ മുന്നോട്ട് പോയാൽ കാണാം ഒരു സ്വലാത്ത്. എന്താ സ്വലാത്ത്? സ്വലാത്തു വതസ്ലീമുൻ വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറിൽ ബരിയതി. ഇതാണ് സ്വലാത്ത്. ജവാബായിട്ട് ചൊല്ലി കൊടുക്കുന്നതാണ്. ഈ സ്വലാത്ത് കഴിഞ്ഞാൽ പിന്നുള്ള വരികൾ എന്താണെന്നറിയോ നിങ്ങൾക്ക്? അയാ സ്വാനമൽ ഈദില്ലദീ സഫ ഹൗലഹു സ്വനാദീദു മിൻ വഫദിൻ ബഈദിൻ വമിൻ ഖുർബി തനക്കസ്ത മഖ്ലൂബൻ ഫമാദാക ഖുല്ലനാ ഫമിൻ ഹുസ്നിനാ ഖദ്ദറത്തിൽ ഈറു ബിസ്സുഹബി സ്വലാത്തു വതസ്ലീമുൻ വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറിൽ ബരിയതി വഇൻ കുൻത മിൻ ദംബിൻ അതൈനാ ഫഇന്നനാ നബൂ ബിഖറാരി വനൽവി അനി ദംബി. ഇങ്ങനെ പോകാം. മങ്കൂസ് മുഴുവൻ പാടപ്പം നേരല്ല. അപ്പം ഇങ്ങനെ പോകാൻ സംഗതി നമ്മളത്തെ വിചാരിച്ചത് അള്ളാഹു റസൂലിനെ ഞാൻ വല്ലാതെ സ്നേഹിക്കുകയാണ്. കാരണം മങ്കൂസ് ഓതിയാലോ ഉസ്താദിനെ പറ്റിക്കൂല എന്ന് ഉറപ്പാ. അപ്പൊ ഞാൻ എന്തായാലും എനിക്ക് സ്വർഗം കിട്ടുന്ന പണിയാണ് എന്ന് സാധുക്കളായ നമ്മൾ വിചാരിച്ചു. അവസാനം ഊപ്പര് കായും വാങ്ങി പോവുകയും ചെയ്തു. ഞാൻ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ ചൊല്ലുന്ന വരികൾ ഇതില്ലാതെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ സംശയമുണ്ടോ? ഇപ്പൊ പോയി ചോദിച്ചോളൂ ഉസ്താദിനോട്, ഈ മങ്കൂസിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ വരികളുണ്ടോ? അർത്ഥം പറഞ്ഞു തരാം. ആ അർത്ഥം അങ്ങനെ തന്നെയാണോ എന്ന് ഉസ്താദിനോട് പോയി ചോദിച്ചു നോക്കി. വളരെ മാന്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. എന്താണെന്നറിയോ? മക്കത്തെ മുശ്രിക്കുകളുടെ നേതാവായിരുന്നു ഉസ്മാൻ ഇബ്നു ഹുവൈരിസ്. ആ ഉസ്മാൻ ഇബ്നു ഹുവൈരിസ് എന്നും അവരുടെ ഉത്സവപ്പറമ്പിൽ വിഗ്രഹങ്ങൾ കുറേ ഉണ്ട്. ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, ലാത്ത ഉസ്സ മനാത്ത പലരും ഉണ്ട്. അവിടെ വന്ന് നോക്കുമ്പോ വിഗ്രഹം ഇങ്ങനെ മറിഞ്ഞടക്കുകയാണ്. എന്നും കുത്തനെ നിൽക്കുന്ന വിഗ്രഹം മറിഞ്ഞു കിടക്കുകയാണ്. ആ മറിഞ്ഞു കിടക്കുന്ന വിഗ്രഹത്തെ പിടിച്ച് എണീപ്പിച്ച് നിർത്തി. പക്ഷെ നിർത്തിയിട്ടത് നിൽക്കണില്ല, വീഴുകയാണ്. വീണ്ടും പിടിച്ച് എണീപ്പിച്ച് നിർത്തി. ഉസ്മാൻ ഇബ്നു ഹുവൈരിസ് എന്ന മുശ്രിക്ക് വീഴുന്നില്ല, അല്ല നിൽക്കുന്നില്ല, വീണുകൊണ്ടേയിരിക്കുന്നു. സങ്കടം സഹിക്കണില്ല. എന്താ വിഗ്രഹം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത്? അതിന്റെ മുമ്പിലല്ല പ്രാർത്ഥിക്കേണ്ടത്, അതിങ്ങനെ വീഴുക. അപ്പൊ ആ വിഗ്രഹത്തിന്റെ മുമ്പിൽ നിന്നിട്ട് ഉസ്മാൻ പാടുക. ഈ മുശ്രിക്ക് പാടുകയാണ്. എന്താ പാട്ട്? അല്ലയോ ഉത്സവ പറമ്പിലെ വിഗ്രഹമേ, അല്ലയോ ഉത്സവ സ്ഥലത്തെ വിഗ്രഹമേ, നിന്റെ ചുറ്റുമല്ലേ വിദൂര സ്ഥലങ്ങളിലെയും സമീപ പ്രദേശങ്ങളിലെയും ആളുകൾ കൂടി നിൽക്കുന്നത്? നീയല്ലേ മറിഞ്ഞു കിടക്കുന്നത്? വിഗ്രഹമേ എന്നോടൊന്ന് പറയൂ, നീ എന്തിനാ വീണ് കിടക്കുന്നത്? വിഗ്രഹമേ നീ വീണ് കിടക്കുന്ന കാഴ്ച കണ്ടിട്ട് സഹിക്കവയ്യാതെ ഞാൻ കരയുകയാണ്. കരഞ്ഞ് കരഞ്ഞ് എന്റെ കണ്ണീരിലൂടെ ഒട്ടകങ്ങൾ ചുമക്കുന്ന ചരക്ക് ചുമക്കുന്ന ഒട്ടകങ്ങൾ കൂടി ഒലിച്ചു പോകാറായിട്ടുണ്ട്. അത്രക്ക് വിഗ്രഹങ്ങളെ ഞാൻ കരഞ്ഞിട്ടുണ്ട്. പൊന്നു വിഗ്രഹങ്ങളെ പറയൂ, നിങ്ങൾ എന്തിനാ വീണ് കിടക്കുന്നത്? മറ്റേ കാക്ക സലാത്തും വതസ്ലീമുൻ വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറിൽ ബരിയതി. വല്ല ബന്ധമുണ്ടോ പൊന്നാര മണിമുത്തുകളെ? ഉണ്ടോ? വല്ല കാര്യമുണ്ടോ? വിഗ്രഹത്തിന്റെ മുമ്പിൽ പോയിട്ട് ഉസ്മാൻ ഇബ്നു ഹുവൈറിസ് മുശ്രിക്ക് പാടുകയാണ്, വിഗ്രഹമേ നിങ്ങൾ വീണ് കണ്ട് കിടക്കണ സഹിക്കാൻ വയ്യ, ഒന്ന് പറ, നിങ്ങൾ എന്തിനാ വീണ് കിടക്കണത്? മറ്റോ സലാത്തും തസ്ലീമുൻ, ഇതല്ലേ അള്ളാന്റെ പള്ളിന്റെ ഉള്ളിൽ ഇന്ന് ചൊല്ലിയണത്? നിങ്ങൾ അതിനല്ലേ കായും കോയും കൊടുക്കണത്? ഇത് മങ്കൂസിൽ ഇല്ലാന്ന് പറയാൻ മൂക്ക് കീഴ്പ്പെട്ടുള്ള ആർക്കും സാധിക്കോ? ഇതിന്റെ അർത്ഥം അങ്ങനെ അല്ല നിങ്ങൾക്ക് പറയാൻ സാധിക്കോ? അടുത്ത വരി എന്താന്നോ കേട്ടോ, അടുത്ത വരി കേട്ടോ. أتينا فإننا نبوء بإقرار ونلوي عن الذنب. അല്ലയോ വിഗ്രഹങ്ങളെ, ഞങ്ങൾ ചെയ്ത വല്ല തെറ്റും മൂലമാണ് നിങ്ങൾ വീണ് കിടക്കുന്നത് എങ്കിൽ ഞങ്ങൾ ഇതാ മാപ്പ് അപേക്ഷിക്കുകയാണ്, മാപ്പ് തരണേ. പച്ച ശിർക്ക് ഉമ്മത്തിനെ കുറിച്ച് ചെയ്യിപ്പിക്കാം. പേരെന്താ? സുന്നത്യമായത് തോന്നിയാസം. വിഗ്രഹങ്ങളെ മാപ്പാക്കണേന്ന് അല്ലേ? ഇത് ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങളോട് മുണ്ടരുത്, ഞങ്ങളോട് സലാം പറയരുത്, ഞങ്ങളെ വിളിക്കരുത്. വിളിക്കണ്ട, ഞങ്ങൾ വിളിക്കാതിരിക്കാനല്ല
വിചാരിക്കേണ്ടത് ഈ കൊലത്തിലാണെങ്കിൽ അത്രയ്ക്ക് വലിയ കുഫറാണത്. പേര് മദ്ഹാണ് പോലും. ഈ വിഷയം ഗൗരവമുണ്ട്, ആ ഗൗരവത്തിൽ തന്നെ പറയും. കാരണം ഉമ്മത്തിന് നിങ്ങൾ പറ്റിച്ചുകൊണ്ടിരിക്കുക. ഇനി ചിന്തിച്ചോളൂ, ഉസ്താദ്മാർ ഞങ്ങളെ പറ്റിക്കുമല്ലേ എന്ന്. വിഗ്രഹങ്ങളെ മാപ്പാക്കണേ എന്ന് എവിടുന്ന്? അള്ളാന്റെ പള്ളിയിലുള്ളെന്ന് അള്ള പറഞ്ഞ എന്താ? വന്നൽ മസാജിദില്ല ഫലാ തദഉ മഅല്ലാഹി അഹദാ. പള്ളികൾ അള്ളാന്റേതാണ്, അള്ളാഹിനോടൊപ്പം നിങ്ങൾ ഒരാളെയും വിളിക്കല്ലേ എന്ന് പറയുമ്പോൾ ഓരോ കൊല്ലവും പ്രവാചകന്റെ ജന്മം വരുമ്പോ ആ സന്ദർഭത്തിലൊക്കെ മങ്കൂസ് ചൊല്ലിപ്പിച്ചുകൊണ്ട് ഉമ്മത്തിനെ കൊണ്ട് ശിർക്ക് ചെയ്യിപ്പിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പുരോഹിതന്മാർ പഴയകാല ചരിത്രം കൊണ്ടും ആവർത്തിക്കുന്നു. ഞാൻ ഒരു മങ്കൂസിന്റെ കാര്യം കുറച്ച് മാത്രം പറഞ്ഞതാ, ഫുൾ അങ്ങോട്ട് നീങ്ങാൻ നേരല്ല. ഇങ്ങനെ പലതും ഉണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ചെയ്യേണ്ട പണി എന്താണെന്നറിയോ? നമ്മുടെ പ്രവർത്തനങ്ങളെയും നമ്മുടെ വിശ്വാസങ്ങളെയും ഞാൻ നേരത്തെ പറഞ്ഞ ഹുദയാകുന്ന ഖുർആനും ഹുദയാകുന്ന ഹദീസും വെച്ചിട്ട് ഒന്ന് ബന്ധപ്പെടുത്തി പരിശോധിക്കുക. എന്തൊക്കെ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് ഉള്ളത് ഇല്ലാത്തൊക്കെ ഒഴിവാക്കിക്കളി. ആരും ഒന്നും പറയില്ല. ഈ ദുനിയാവിലുള്ള എല്ലാവരും നമ്മൾ ആക്ഷേപിച്ചു വെക്കുക. നിങ്ങൾ പഴയത് ഒഴിവാക്കിയില്ലേ, നിങ്ങളിപ്പോ പുതിയ കൂടിയില്ലേ, അതൊക്കെ പലരും പറയും. അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാ. പണ്ട് മുഹമ്മദ് നബി വന്നപ്പോ അന്ന് അബൂ സുഫിയാൻ എന്താ പറഞ്ഞത്? കണ്ടോ, നമ്മുടെ വാപ്പക്കാരന്മാർ തള്ളി പറയാണ്, നമ്മുടെ വാപ്പക്കാരന്മാർ ചെയ്തിരുന്ന പണികളൊക്കെ മുഹമ്മദ് പാടില്ല എന്നാ പറയണത് എന്ന് പറഞ്ഞ് പിന്നാലെ നടന്നിരുന്ന ആളെ അബൂ സുഫിയാൻ. അവസാനം അബൂ സുഫിയാൻ അതിന്റെ ആ വഴിക്ക് തന്നെ വന്നു, മുസ്ലിമായി. അദ്ദേഹം അത് സ്വീകരിച്ചു. ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിക്കോളൂ. കാരണം മരണാനന്തര ജീവിതം എന്ന്